കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥയായാലോ? കഥയുടെ പേര് സമ്പാദ്യശീലം വളർത്താം. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ. കുട്ടികളെ പണം ഏൽപ്പിക്കേണ്ടതുണ്ടോ? നിരവധി മാതാപിതാക്കളുടെ സംശയമാണിത്. ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ കൊണ്ട് ചെറിയ തോതിൽ പണം കൈകാര്യം ചെയ്യിപ്പിച്ച് അവരിൽ സമ്പാദ്യശീലം തുടങ്ങുന്നതിൽ തെറ്റില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. സമ്പാദ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരക്കണക്കിന് രൂപ സൂക്ഷിച്ചു വെക്കണമെന്നല്ല. ഇടയ്ക്കിടെ കയ്യിൽ വരുന്ന ചില്ലറകളും മറ്റും സൂക്ഷിച്ചു വെക്കുന്നതും സമ്പാദ്യശീലം തന്നെ. കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ബാക്കി കിട്ടുന്ന ചില്ലറയുടെ ഒരു പങ്ക് കുട്ടിയെ ഏൽപ്പിക്കുക. അത് പാത്രത്തിലോ പണക്കുടുക്കയിലോ ഇട്ടുവെക്കാനും ശീലിപ്പിക്കണം. ഇതുകൊണ്ട് പലതുണ്ട് ഗുണങ്ങൾ. സ്വരുക്കൂട്ടാനുള്ള പ്രേരണ കുട്ടിയിലുണ്ടാകുന്നു. കടയിൽ കയറുമ്പോഴും മറ്റും ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ പലതും വാങ്ങാൻ കുട്ടികൾ വാശി പിടിക്കാറുണ്ട്. ഇത്തരത്തിൽ അനാവശ്യ ചെലവുകൾക്കായി വാശി പിടിക്കാതിരിക്കാനും മിതവ്യയം ശീലിക്കാനും സമ്പാദ്യശീലം കുട്ടികളെ സഹായിക്കും. കൂട്ടുകാർക്ക് രക്ഷിതാക്കൾക്കുള്ള കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.